ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും മനോഹരമായൊരു പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അല്പസമയം ചെലവഴിപ്പാനും നമുക്കിന്ന് ചിന്തിക്കുവാനുള്ള ദൈവവചനം നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുവാനും ദൈവ അനുഗ്രഹം പ്രാപിപ്പാനും ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാത ചിന്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ തലക്കെട്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നതാണ്. അതിന് അടിസ്ഥാനപരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. അത് ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട് എന്നാണ്. ഈ വാക്യത്തിൽ തന്നെ നാം പ്രാർത്ഥിക്കുന്നത് ഏത് നാമത്തിൽ പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നമുക്ക് ഒരു കാര്യസ്ഥനുണ്ട്. ആ കാര്യസ്ഥനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ അപേക്ഷകളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിന് മുമ്പാകെ സമർപ്പിക്കുവാൻ നാം ക്ഷണിക്കപ്പെടുന്നു. അപ്പോൾ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളെ നാം യേശുവിൻ്റെ നാമത്തിൽ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നാം കർത്താവിൽ വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകുവാൻ നാം യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന ഏത് ആവശ്യങ്ങളും അവൻ നമുക്ക് നൽകിത്തരുമെന്ന് ദൈവത്തിൻ്റെ വചനം ഉണ്ട്. അപ്പോൾ പിതാവ് നമ്മെ ഓരോരുത്തരെയും സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെ ദയോടും കരുണയോടും കാണുകയും ആ അപേക്ഷകൾ നാം ദൈവത്തിൻ്റെ ഏകജാതനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ തൻ്റെ പുത്രൻ മഹത്വപ്പെടേണ്ടതിനും തൻ്റെ വിശ്വാസം നമ്മളിൽ നിലനിൽക്കുന്നതിനും വേണ്ടി നമ്മുടെ ആവശ്യങ്ങളെ അവൻ നൽകും എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറയുന്നു. അതുകൊണ്ട് അവൻ നമ്മുടെ ലംഘനങ്ങളെ ക്ഷമിക്കുന്നു, ദൈവ കുടുംബത്തിലേക്ക് നമ്മളെ അവൻ ക്ഷണിക്കുന്നു. അപ്പോൾ തീർച്ചയായും നാം യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ലംഘനങ്ങളെ ക്ഷമിച്ച് നമുക്ക് ആവശ്യമായ അനുഗ്രഹം, ആവശ്യമായ സഹായം ഉയരത്തിൽ നൽകുകയും നമ്മളെ ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് അവൻ ചേർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ നാമത്തിലെ നിങ്ങളുടെ വിശ്വാസം നമുക്ക് തീർച്ചയായും വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു. അതുകൊണ്ട് നാം കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ വിശുദ്ധീകരണ അനുഭവത്തിലേക്ക് നമ്മളെ ആനയിക്കുവാൻ ദൈവത്തിന് കഴിയുകയും നാം വിശുദ്ധീകരണം പ്രാപിച്ച മക്കളായി തീരുകയും ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ത്യാഗത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ പിതാവ് മുഴുവൻ സ്വർഗത്തെ മാത്രമല്ല തൻ്റെ ഹൃദയത്തെയും നമുക്ക് തുറന്നു നൽകുന്നു. അപ്പോൾ നാം കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗം വിശ്വസിച്ച് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സകല പ്രയാസങ്ങളെയും ഭാരങ്ങളെയും മാറ്റി നമ്മളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് തൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാക്കി മാറ്റുക മാത്രമല്ല ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്കൊരു വലിയ സ്ഥാനം നൽകുകയും ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തകർന്ന ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ആവശ്യങ്ങളുടെ ഭണ്ഡാരത്തെ തുറക്കുകയും മാത്രമല്ല ദൈവത്തോട് സമാധാനത്തിൽ ആയിരിക്കാൻ നമുക്ക് ഇടയാകുകയും ചെയ്യുന്നു. അപ്പോൾ നാം നമ്മുടെ മനസ്സുകളെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഹൃദയ നുറുക്കത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ ദൈവം തൻ്റെ ഭണ്ഡാരം നമുക്ക് വേണ്ടി തുറക്കുകയും മാത്രമല്ല നമ്മളെ മഹാസമാധാനത്തിൽ വഴി നടത്തുവാൻ ഇടയാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം കർത്താവ് യേശു ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നുവെങ്കിൽ ആ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണമായ മറുപടി തരികയും തൻ്റെ സ്വന്തം മക്കളായി നമ്മളെ സ്നേഹിക്കുകയും അവൻ്റെ ഹൃദയത്തിൽ നമുക്ക് ഇടം നൽകുക മാത്രമല്ല ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാക്കി നമ്മളെ അവൻ മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ നല്ലവനായ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായി, ദൈവത്തിൻ്റെ നല്ല കുഞ്ഞുങ്ങളായി, നല്ല മക്കളായി നമുക്ക് നിലനിൽപ്പാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥന നാം വിശ്വസിക്കുന്ന യേശുവിനോട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, തിരുനാമത്തിന് നന്നോട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവിടങ്ങൾ ഈ പ്രഭാതത്തിൽ കേട്ടതുപോലെ യേശുവിൻ്റെ നാമത്തിനിടയിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് അവൻ നാമത്തിൽ ചോദിക്കുന്ന ഏത് ആവശ്യങ്ങളെയും നൽകി തരുവാൻ നല്ലവൻ വിശ്വസനമായ ദൈവം മാത്രമല്ല
ആ ദൈവ കുടുംബത്തിൽ അംഗങ്ങളാക്കിയിട്ട് മാറ്റുകയും അടങ്ങളുടെ ഭാരങ്ങളെ, പ്രയാസങ്ങളെ മാറ്റി, ലംഘനങ്ങളെ മാറ്റി എൻ്റെ കർത്താവിൻ്റെ ദിവസമാധാനത്തിൽ നിലനിൽക്കുവാനും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അടങ്ങൾക്ക് സ്ഥാനം ലഭിക്കാനും അങ്ങനെ പ്രിയമക്കളായി അടങ്ങൾക്ക് ജീവിപ്പാൻ അടങ്ങൾ കർത്താവ് സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അടങ്ങൾ കേട്ട വചനം പോലെ അടങ്ങൾ ഓരോരുത്തരും ആയിരിക്കാൻ തക്കവണ്ണം പ്രത്യേകിച്ച് കർത്താവ് കുഞ്ഞുങ്ങളെല്ലാവരെയും ഇത് ശ്രമിച്ച എല്ലാ മക്കളെയും കർത്താവ് അതിനെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് അടങ്ങൾക്ക് ആ ജീവനെ തന്ന യേശുനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ നല്ല ദൈവമേ, ആമേൻ.